ഏവർക്കും നമസ്കാരം. 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ച പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിൽ മേട വിഷുസംക്രമം നടക്കുന്നു. വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം 1 മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത്. വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു. നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം, ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു. കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത്. കൂടാതെ മെയ് മാസം രാശി മാറുന്ന രാഹുകേതുക്കളും ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നവഗ്രഹങ്ങളുടെ രാജാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന സൂര്യൻ്റെയും സഞ്ചാരം ഇവിടെ നാം ഫലപ്രവചനത്തിൽ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഇടവക്കൂറുകാരുടെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ഇടവക്കൂറുകാർ നിലവിൽ ശനി, വ്യാഴം, കേതു എന്നീ ഗ്രഹങ്ങൾ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി വളരെയധികം പ്രതികൂലമായ ഫലങ്ങളാണ് അനുഭവിച്ച് പോരുന്നത്. എന്നാൽ അനിഷ്ടരായി നിൽക്കുന്ന ഈ 3 ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലരായി ഭവിക്കുന്നു എന്നതിനാൽ ഈ വിഷുവർഷം ഇവർക്ക് വളരെ മികച്ച ഫലങ്ങളെ നൽകുന്നതാണ്. ആദ്യമായി മാർച്ച് മാസം 29 ഇവർ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടകശനി നീങ്ങുന്നു. അന്നേ ദിനം ഇവരുടെ കർമ്മഭാവത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ദുരിതങ്ങളും നൽകിയിരുന്ന ശനി സർവാഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. തൽഫലമായി പ്രതാപം, സർവകാര്യവിജയം, അംഗീകാരം, ധനലാഭം, അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം ഫലത്തിൽ വരും. ശനി എന്നത് ഇവരുടെ ഭാഗ്യാധിപനും കർമാധിപനും ആകുന്നുവെന്ന് അറിയുക. ആ ശനി ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഈശ്വരകടാക്ഷം, പിതൃപുണ്യം, ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും. ഇവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നു. ആത്മീയമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകുന്നു. കർമാധിപനായ ശനി പ്രബലൻ ആകുമ്പോൾ അത് കർമ്മപുഷ്ടി, അംഗീകാരം, പ്രശംസ, മേലധികാരികളുടെ പ്രീതി, ശത്രുനാശം എന്നിവയെ എല്ലാം നൽകുന്നു. കണ്ടകശനി നിമിത്തം കർമ്മരംഗത്ത് നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞ് പോകുകയും ചെയ്യുന്നു. സർവേശ്വരകാരകനായ വ്യാഴവും ഇവർക്ക് നിലവിൽ ജന്മത്തിൽ പ്രതികൂലനായി സഞ്ചരിക്കുന്നതിനാൽ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ എന്നിവയെ എല്ലാം നൽകി വന്നു. എന്നാൽ മെയ് 14 വ്യാഴം ഇവരുടെ ജന്മത്തിൽ നിന്നും ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഫലമായി ഇവർക്ക് വ്യാഴം അനുകൂലനായി ഭവിക്കും. തൽഫലമായി സാമ്പത്തികമായി പുരോഗതി, ധനലാഭം, ധനാഗമം, കുടുംബസൗഖ്യം, മനസ്സുഖം, ശരീരസുഖം എന്നിവയെല്ലാം ഉണ്ടാകും. കൂടാതെ 2ാം ഭാവം വാക്കുകളെയും കുറിക്കുന്നു എന്നതിനാൽ ഇവരുടെ വാക്കുകൾക്ക് ചാരുതയും ജനസമ്മിതിയും ഏറും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാലയളവിൽ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായി നല്ല ബന്ധം പുലർത്തുവാനും കഴിയും. അഭിഭാഷകർ, അധ്യാപകർ, സാഹിത്യമേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം വ്യാഴം ഏറ്റവും നേട്ടങ്ങളും ഭാഗ്യങ്ങളും നൽകും. കൂടാതെ വ്യാഴം ഈ കൂറുകാരുടെ അഷ്ടമാധിപനും ധനാഗമങ്ങളുടെ അധിപനും ആകയാൽ ഇവർക്ക് ആരോഗ്യപുഷ്ടി, രോഗമുക്തി, ഓജസ് എന്നിവയും ധനാഗമം, ബിസിനസ്സിൽ പുരോഗതി, ലാഭം എന്നിവയും വ്യാഴം ഇവർക്ക് ഇക്കാലയളവിൽ പ്രദാനം ചെയ്യും. നിലവിൽ ഈ കൂറുകാരുടെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു ഇവരുടെ 10ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് വ്യവഹാര വിജയം, പുതിയ സംരംഭങ്ങൾ, തീർത്ഥാടനം എന്നിവയെല്ലാം നൽകും. 10ലെ രാഹു ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്നതാണ്. മെയ് 18 മുതൽ ഇവർക്ക് കേതു 4ാം ഭാവത്തിൽ സഞ്ചരിക്കയാൽ അത് കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ, മാതൃക്ലേശം, മാതാവുമായുള്ള ബന്ധത്തിൽ വിള്ളൽ എന്നിവ സൃഷ്ടിക്കാം. എങ്കിലും പ്രബലരായ 3 ഗ്രഹങ്ങൾ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെയധികം അനുകൂലമായ ഫലങ്ങളെയും നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നിവയെയും ഈ നക്ഷത്രജാതർക്ക് ഈ വിഷുവർഷം അനുഭവത്തിൽ വരും. ഗ്രഹനിലയിൽ ശനി, വ്യാഴം, രാഹുകേതുക്കൾ എന്നിവരുടെ ഭാവബലം, ശുഭപാപയോഗങ്ങൾ, ക്ഷേത്രബലം എന്നിവയ്ക്കനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.